പുതുക്കാട് സെന്ററിൽ കാറിടിച്ച് ലോറി ഡ്രൈവർ മരിച്ച സംഭവത്തിൽ അപകടത്തിനിടയാക്കിയ കാർ കസ്റ്റഡിയിലെടുത്തു. കാർ ഓടിച്ചിരുന്ന എറണാകുളം സ്വദേശിയായ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. മാള വലിയപറമ്പിൽ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന വൻ കവർച്ച. 35 ലക്ഷത്തോളം രൂപ വില വരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ കഞ്ചാവ് വേട്ട. 5 കിലോ കഞ്ചാവുമായി അന്തർ സംസ്ഥാന കഞ്ചാവ് മാഫിയ സംഘാംഗം പിടിയിൽ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മാള ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രക്കുളത്തിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തിയ നിലയിൽ. ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത പുതുക്കുളത്തിലാണ് വൻതോതിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. ഗുരുവായൂർ മമ്മിയൂരിൽ വീണ്ടും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി. റോഡിലെ വെള്ളത്തിലിരുന്ന് കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം. നമസ്കാരം. വാർത്തകൾ വിശദമായി. പുതുക്കാട് സെന്ററിൽ കാർ ഇടിച്ച് ലോറി ഡ്രൈവർ മരിച്ച സംഭവത്തിൽ അപകടത്തിനിടയാക്കിയ കാർ കസ്റ്റഡിയിലെടുത്തു. കാർ ഓടിച്ചിരുന്ന എറണാകുളം സ്വദേശിയായ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. ഞായറാഴ്ച അർദ്ധരാത്രി പുതുക്കാട് സെന്ററിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെയാണ് ലോറി ഡ്രൈവർ കാറിടിച്ച് മരിച്ചത്. എറണാകുളം സ്വദേശിയായ ഡോക്ടർ സംഗീത് ചെറിയാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. കളമശ്ശേരിയിലെ ഷോറൂമിൽ നിന്നാണ് പുതുക്കാട് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തത്. പെരുമ്പാവൂരിലേക്ക് കോഴിത്തീറ്റയുമായി പോയിരുന്ന ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി ശശികുമാർ ആണ് മരിച്ചത്. തൃശൂർ ഭാഗത്തേക്ക് അമിത വേഗതയിൽ പോയിരുന്ന കാർ ഇടിച്ച് ശശികുമാർ ദൂരത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തന്റെ കാർ ഇടിച്ച് റോഡരിയിൽ കിടന്ന് പിടയുന്നാളെ രക്ഷപ്പെടുത്താതെ ഡോക്ടർ കടന്നുകളയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ എറണാകുളത്തെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. അപകടത്തെ തുടർന്ന് യാത്ര ഉപേക്ഷിച്ച ഡോക്ടർ പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ യു ടേൺ തിരിഞ്ഞ് എറണാകുളത്തേക്ക് പോകുകയായിരുന്നുവെന്നും ഈ സമയത്തും ലോറി ഡ്രൈവർ വഴിയരികിൽ ചോര വാർന്നൊലിച്ച് കിടക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. അപകട സമയത്ത് കാറിൽ നിന്ന് തെറിച്ചുപോയ പാർട്സാണ് കാർ പിടികൂടാൻ പോലീസിന് സഹായകമായത്. അപകടത്തിൽ കേടുപാടുകൾ സംഭവിച്ച കാർ തിങ്കളാഴ്ച പുലർച്ചെ തന്നെ ഡോക്ടർ ഷോറൂമിൽ എത്തിക്കുകയായിരുന്നു. പശുവിനെ ഇടിച്ചാണ് കാർ തകർന്നതെന്നാണ് ഡോക്ടർ കാർ ഷോറൂമിൽ അറിയിച്ചിരുന്നത്. വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയതിന് ഡോക്ടർ സംഗീതിനെതിരെ പോലീസ് കേസെടുത്തു. കസ്റ്റഡിയിലെടുത്ത കാർ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. പുതുക്കാട് SHO CJ മാർട്ടിൻ, SI K മണികണ്ഠൻ, ASI ജോഫി ജോസഫ്, CPOമാരായ സുമേഷ്, രതീഷ്, ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. വലിയപറമ്പിൽ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് കവർച്ച. 35 ലക്ഷത്തോളം രൂപ വില വരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് സൂചന. മാള വലിയപറമ്പ് പള്ളിമുറ്റത്ത് അലു കെ മുഹമ്മദിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. വീടിനുള്ളിലെ അലമാരകൾ അവിടെ തന്നെ സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് ആഭരണങ്ങൾ എടുത്തിട്ടുള്ളത്. അലമാരകൾക്കുള്ളിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. ഏതാനും ദിവസം മുൻപാണ് കുടുംബവുമൊത്ത് അലു കെ മുഹമ്മദ് ഖത്തറിലേക്ക് തിരിച്ചുപോയത്. നാട്ടിൽ ആവശ്യത്തിനായി ഉപയോഗിക്കാൻ ലോക്കറിൽ നിന്നുമെടുത്ത ആഭരണങ്ങൾ തിരിച്ചുവെച്ചിരുന്നില്ല. അലു കെ മുഹമ്മദ് ഇന്നലെ നാട്ടിലേക്ക് വരാനിരുന്നതാണെങ്കിലും അടുത്ത ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. അലു കെ മുഹമ്മദിന്റെ സുഹൃത്തും പരിസരവാസിയുമായ ബഷീറാണ് വീട് നോക്കാറുള്ളത്. കഴിഞ്ഞ 4 ദിവസം ഇയാൾ സ്ഥലത്തില്ലായിരുന്നു. ബുധനാഴ്ച രാവിലെ എത്തിയപ്പോഴാണ് വീട് തുറന്നു കിടക്കുന്നത് കണ്ടത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ വീടിന് മുന്നിലെ നിരീക്ഷണ ക്യാമറയിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മോഷ്ടാവിന്റെ മുഖവും തലയും മറച്ച നിലയിലായിരുന്നു. നിരീക്ഷണ ക്യാമറയുടെ DVRലെ തീയതി കൃത്യമല്ലാത്തതിനാൽ എന്നാണ് മോഷണം നടന്നതെന്ന് ആദ്യഘട്ടത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. വീടിന് വടക്കുവശത്തെ മതിൽ ചാടിക്കടന്നാണ് മോഷ്ടാവ് വന്നിട്ടുള്ളതെന്നാണ് സൂചന. മതിലിന് പുറത്ത് സിമന്റ് അടർന്നു വീണതായും കാണുന്നുണ്ട്. സ്ഥലത്തെത്തിയ പോലീസ് നായ വീട്ടിൽ നിന്നും മതിലിനടുത്തും തുടർന്ന് പ്രധാന റോഡിന്റെ വശത്തും വന്ന് നിൽക്കുകയായിരുന്നു. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സ്ഥലത്തെത്തിയിരുന്നു. മാള CI ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു. TCV മാള. കൊടുങ്ങല്ലൂരിൽ കഞ്ചാവ് വേട്ട. 5 കിലോ കഞ്ചാവുമായി അന്തർ സംസ്ഥാന കഞ്ചാവ് മാഫിയ സംഘാംഗം പിടിയിൽ. കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് മൊത്തമായി കഞ്ചാവ് വിതരണം ചെയ്യുന്ന കഞ്ചാവ് രാജയുടെ സംഘത്തിൽപ്പെട്ട ഡിണ്ടിഗൽ സ്വദേശി കാളിമുത്തുവനെയാണ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തു നിന്നും 5 കിലോ കഞ്ചാവ് സഹിതം സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ജില്ലയിൽ ലഹരിമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ച സാഹചര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് മാഫിയയിലെ കണ്ണിയായ കാളിമുത്തുവനെ വലയിലാക്കിയത്. തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് കേരളത്തിലെ ഏതു സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കുന്ന സംഘമാണ് കഞ്ചാവ് രാജയുടേത്. ഇവരെക്കുറിച്ച് വിവരം ലഭിച്ച സ്ക്വാഡ് ആവശ്യക്കാരെന്ന വ്യാജേന ബന്ധപ്പെടുകയും അവരുടെ സംഘത്തിൽപ്പെട്ട കാളിമുത്തു കഞ്ചാവ് സഹിതം കൊടുങ്ങല്ലൂരിലേക്ക് എത്തുകയുമായിരുന്നു.
തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കർശന പരിശോധനകൾ നടക്കുന്നതിനാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ബസ്സുകളിലും മറ്റുമാണ് ഇവർ കഞ്ചാവ് കടത്തിയിരുന്നത്. കഞ്ചാവ് മാഫിയയെയും അവരുടെ പ്രവർത്തനങ്ങളെയും പോലീസ് സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. കൊടുങ്ങല്ലൂർ CI KG അനീഷ്, തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർമാരായ MP മുഹമ്മദ് റാഫി, മുഹമ്മദ് അഷ്റഫ്, സീനിയർ CPOമാരായ ജയകൃഷ്ണൻ, CA ജോബ്, സൂരജ് വി ദേവ്, ലിജു ഇയാനി, വിനോഷ് ഷറഫുദ്ദീൻ, ദിനേഷ്, മാനുവൽ, PG ഗോപകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. TCV കൊടുങ്ങല്ലൂർ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മാള ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രക്കുളത്തിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നു. ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത പുതുക്കുളത്തിലാണ് വൻതോതിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. ചത്തുപൊങ്ങിയ മത്സ്യങ്ങൾ ദുർഗന്ധം പരത്തുന്നുണ്ട്. ആയിരക്കണക്കിന് കരിമീനുകളാണ് വെള്ളത്തിന്റെ മുകൾ ഭാഗത്ത് ഓക്സിജൻ ലഭിക്കാൻ എത്തുന്നത്. വലിപ്പം കൂടിയ കരിമീനുകൾ ഇത്തരത്തിൽ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നത് കാണാം. 1 ഏക്കർ വരുന്ന കുളത്തിൽ അടുത്തിടെ വരെ നാട്ടുകാർ കുളിക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞതും ചെളിയുടെ അളവ് കൂടിയതും മൂലം ഓക്സിജൻ കുറഞ്ഞതുമാകാം മത്സ്യങ്ങൾ ചത്തുപൊന്താൻ ഇടയാക്കിയതെന്ന് സംശയിക്കുന്നു. അതേസമയം വെള്ളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ എത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കുളത്തിലെ വെള്ളം ആരോഗ്യവകുപ്പ് അധികൃതർ ശേഖരിച്ച് പരിശോധന നടത്താനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങി തുടങ്ങിയതെന്ന് ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി MP ശശിധരൻ പറഞ്ഞു. ആരോഗ്യവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ വന്ന് ഇത് നിരീക്ഷിക്കുകയുണ്ടായി. അതിൻ്റെ വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ അവർ സമീപിച്ചിട്ടുണ്ട്. ക്ഷേത്രം അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് കുഴൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ VM നസീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ D ഉണ്ണികൃഷ്ണൻ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുളത്തിലേക്ക് അടുത്തിടെ വഞ്ചിപ്പുരത്താഴം ജലസേചന പദ്ധതിയിൽ നിന്ന് വെള്ളം കനാൽ വഴി എത്തിയിരുന്നു. ഇതിലൂടെ ഏതെങ്കിലും രാസവസ്തുക്കൾ എത്തിയിരുന്നോവെന്നും അന്വേഷിക്കുന്നുണ്ട്. TCV മാള. ഗുരുവായൂർ മമ്മിയൂരിൽ വീണ്ടും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി. കുടിവെള്ളം പാഴാക്കി കളയുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നടുറോഡിലെ വെള്ളത്തിലിരുന്ന് പ്രതിഷേധിച്ചു. കടുത്ത വേനലിൽ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോഴാണ് മമ്മിയൂരിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായത്. ചൊവ്വാഴ്ച മമ്മിയൂർ അത്താണി സെന്ററിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴായിരുന്നു. തൃത്താലയിൽ നിന്ന് കടപ്പുറം ഒരുമനിയൂർ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് പൊട്ടി 5 മണിക്കൂറുകളോളമാണ് വെള്ളം പാഴായത്. പിന്നീട് പമ്പിംഗ് നിർത്തിവെച്ചതിന് ശേഷമാണ് വെള്ളം നിന്നത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് കരുവന്നൂർ ശുദ്ധജല പദ്ധതിയുടെ പമ്പിംഗ് തുടങ്ങിയതോടെയാണ് വീണ്ടും വെള്ളം റോഡിലേക്ക് ഒഴുകിയത്. ഇതോടെ മമ്മിയൂർ ക്ഷേത്രത്തിന് മുന്നിലെ റോഡിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. ഇതോടെ കോൺഗ്രസുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് പമ്പിംഗ് നിർത്തിവെച്ചത്. എന്നിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞാണ് വെള്ളക്കെട്ട് ഒഴിവായത്. കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തിയതോടെ റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി. പോലീസ് എത്തി നേതാക്കളുമായി ചർച്ച നടത്തിയാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. കൌൺസിലർമാരായ ആന്റോ തോമസ്, സുഷ ബാബു, C അനിൽകുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാലൻ വാറനാട്ട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CS സൂരജ്, നിഖിൽ G കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പൊട്ടിയ പൈപ്പ് നന്നാക്കുന്ന പ്രവൃത്തികൾ വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമരക്കാർക്ക് ഉറപ്പു നൽകി. മമ്മിയൂർ റോഡടച്ച് ഗതാഗതം തിരിച്ചുവിട്ടാണ് അറ്റകുറ്റപ്പണി നടത്തുക. പണികൾ പൂർത്തിയാകുന്നതുവരെ ചാവക്കാട്, ഗുരുവായൂർ നഗരസഭകളിലും ഒരുമനിയൂർ, കടപ്പുറം പഞ്ചായത്തുകളിലും കുടിവെള്ളം മുടങ്ങും. അതുവരെ കുടിവെള്ളത്തിന് ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഗുരുവായൂർ. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ സ്കൂൾ വരാന്തയിൽ ദുരൂഹ സാഹചര്യത്തിൽ രക്തപ്പാടുകൾ കാണപ്പെട്ടു. അടഞ്ഞുകിടക്കുന്ന ക്ലാസ് മുറികളുടെ വരാന്തയിലാണ് രക്തപ്പാടുകൾ കണ്ടെത്തിയത്. സ്കൂൾ അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര SHO PV ലൈജുമോന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. തൃശൂരിൽ നിന്നെത്തിയ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. പോലീസ് നായ ഹണി രക്തപ്പാടുകൾ കണ്ട വരാന്തയിൽ നിന്ന് സ്കൂളിന് പുറകിലെ റബ്ബർ തോട്ടത്തിലൂടെ ഓടി സമീപത്തെ മൃഗാശുപത്രിക്ക് സമീപം വന്നാണ് നിന്നത്. സയന്റിഫിക് അസിസ്റ്റന്റ് ഷാലി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് സംഘം രക്തസാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം ലഭ്യമായ ശേഷമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാനാകൂ എന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ലൈജുമോൻ പറഞ്ഞു. കഴിഞ്ഞ 2-3 ദിവസമായി അവിടെ ചോരയുടെ അടയാളങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് മനുഷ്യൻ്റെ രക്തമാണോ എന്തെങ്കിലും മൃഗത്തിൻ്റെ ആണോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിനെയും ഡോഗ് സ്ക്വാഡിനെയും കൊണ്ടുവന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്.
അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് മനുഷ്യൻ്റെ രക്തമാണോ എന്നുള്ള കാര്യം അറിയാൻ പറ്റൂ. വനപ്രദേശം അടുത്തുള്ളതുകൊണ്ട് എന്തെങ്കിലും മൃഗങ്ങളെ എന്തെങ്കിലും അപകടം പറ്റി വന്നതാണോ എന്ന് ആ കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കും. അഴീക്കോട് അഴിമുഖത്ത് വഴി മാറി വന്ന കപ്പൽ ആശങ്ക സൃഷ്ടിച്ചു. വൈകിട്ട് 4 മണിയോടെയാണ് ഗ്രേറ്റ് സി വേമ്പനാട് എന്ന ചെറുകപ്പൽ അഴീക്കോട് അഴിമുഖത്ത് പ്രവേശിച്ചത്. അറിയിപ്പില്ലാതെ കപ്പൽ കടന്നുവന്നത് അധികാരികളെയും മത്സ്യത്തൊഴിലാളികളെയും ആശങ്കയിലാക്കി. തുടർന്ന് തീരദേശ പോലീസ് നടത്തിയ പരിശോധനയിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് കപ്പൽ തീരത്തണഞ്ഞതാണെന്ന് വ്യക്തമായി. അഴിമുഖത്ത് പ്രവേശിക്കാൻ തുറമുഖ വകുപ്പിന്റെ അനുമതി ലഭിച്ചതായും കപ്പൽ ജീവനക്കാർ അറിയിച്ചു. വലിയ കപ്പലുകളിൽ നിന്നും തുറമുഖത്തേക്ക് ചരക്കെത്തിക്കുന്ന ചെറു കപ്പലാണ് അഴിമുഖത്ത് നങ്കൂരമിട്ടത്. ഭാരതപ്പുഴയോരത്തെ ചെറുതുരുത്തി തടയണയ്ക്ക് സമീപം വലിയ പച്ചമരങ്ങൾ അടിവശം തീവെച്ച് വീഴ്ത്തിയ നിലയിൽ കണ്ടെത്തി. 3 മരങ്ങളാണ് തീവെച്ച് വീഴ്ത്തിയിരിക്കുന്നത്. അടിഭാഗം പൂർണ്ണമായും കത്തി ഒടിഞ്ഞു വീണ നിലയിലാണ് മരങ്ങൾ വീണതിന് ശേഷം തടിഭാഗം കത്തിക്കൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ വെട്ടുന്നത് പിടിക്കപ്പെടും എന്നതിനാലാണ് പച്ചമരങ്ങൾ തീവെച്ച് കത്തിച്ചു വീഴ്ത്തുന്നതെന്നാണ് സംശയിക്കുന്നത്. തീരദേശ മേഖലയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്നതിന് പുന്നയൂർക്കുളം പഞ്ചായത്തിൽ അക്ഷരസാഗരം പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെയും സാക്ഷരതാ മിഷന്റെയും നേതൃത്വത്തിലാണ് അക്ഷരസാഗരം പദ്ധതി നടപ്പിലാക്കുന്നത്. തീരദേശ മേഖലയിലുള്ള 15, 16, 17 വാർഡുകളിൽ സർവേ നടത്തി അവശേഷിക്കുന്ന നിരക്ഷരരെ കണ്ടെത്തി അതാത് വാർഡുകളിലെ പഠന കേന്ദ്രങ്ങളിൽ എത്തിക്കും. 3 മാസം നീളുന്ന പഠന പരിശീലനത്തിലൂടെ അക്ഷരങ്ങളും അക്കങ്ങളും പഠിതാക്കളെ പരിചയപ്പെടുത്തി എഴുതാനും വായിക്കാനും ക്രിയ ചെയ്യാനും പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരിയും പ്രൊഫസർ ഹൃദയകുമാരി സ്മാരക അവാർഡ് ജേതാവുമായ ദേവൂട്ടി ഗുരുവായൂർ അക്ഷരദീപം തെളിയിച്ച് പഠിതാക്കളുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് AD ധനീബ് അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ വി നൌഷാദ് പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു. സാക്ഷരതാ പ്രേരക് PI ബിജോയ്, ബ്ലോക്ക് തല നോഡൽ പ്രേരക്മാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. വരൾച്ചയെ നേരിടാൻ മലമ്പുഴ ഡാമിൽ നിന്നും തുറന്നുവിട്ട വെള്ളം ചെറുതുരുത്തി പ്രദേശത്തെത്തിയത് വേനലിൽ ആശ്വാസമായി. വെള്ളം തുറന്ന് ഏകദേശം 8 ദിവസങ്ങൾക്ക് ശേഷമാണ് ചെറുതുരുത്തി പ്രദേശത്തേക്ക് വെള്ളം ഒഴുകിയെത്തിയത്. ചെറുതുരുത്തിയിൽ തടയണ ഉള്ളതിനാൽ വെള്ളത്തിന് നിലവിൽ കാര്യമായ ക്ഷാമം അനുഭവിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന തടയണ കാണുന്നതിനും തടയണയിൽ കുളിക്കുന്നതിനുമായി നിരവധി പേരാണ് ദിവസവും എത്തുന്നത്. വേനൽ ചൂടിൽ പക്ഷികൾക്ക് ദാഹജലമൊരുക്കി തളിക്കുളം പക്ഷി സംരക്ഷണ സമിതി. തളിക്കുളം നമ്പിക്കടവ് ബീച്ചിലെ പക്ഷി സംരക്ഷണ പ്രവർത്തകൻ മുഹമ്മദ് അറവശ്ശേരിയുടെ നേതൃത്വത്തിലാണ് നമ്പിക്കടവ് ബീച്ചിൽ പക്ഷികൾക്കായി ദാഹജലം ഒരുക്കിയത്. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പക്ഷികൾക്കായി പാത്രത്തിൽ വെള്ളം ശേഖരിച്ചു. PK പ്രേംദാസ്, PK ഷഫീർ, AM ഇസ്മായിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. 300ഓളം പാത്രങ്ങളാണ് പക്ഷികൾക്കുള്ള ദാഹജലം സംഭരിക്കാനായി വിതരണം ചെയ്തത്. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ശുദ്ധജലം ലഭിക്കുന്ന മുരിയാട് കായലിനോട് ചേർന്ന് കിടക്കുന്ന തൊമ്മാന ചെങ്ങാറ്റുമുറി പ്രദേശത്ത് മാലിന്യം നിറയുന്നു. പോട്ട 3 പീടിക സംസ്ഥാന പാതയിൽ തൊമ്മാന അവിട്ടത്തൂർ റോഡിലാണ് മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നത്. നാട്ടുകാർ നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോടും മറ്റും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. ശരിയായ രീതിയിൽ വഴിവിളക്കുകൾ പോലും ഇല്ലാത്തതാണ് ഇവിടെ മാലിന്യം കൊണ്ട് തള്ളുന്നതിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മാനം മഹാത്ഭുതം എന്ന വാന നിരീക്ഷണ ക്ലാസ് കുട്ടികൾക്ക് വിസ്മയമായി. മുത്തശ്ശി കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള അമ്പിളിമാമനെയും നക്ഷത്ര സമൂഹങ്ങളെയും ടെലസ്കോപ്പിലൂടെ അടുത്തു കണ്ടത് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. സൂര്യഗ്രഹണത്തെക്കുറിച്ചുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞും വീഡിയോയിലൂടെ വിശദീകരിച്ച് സംശയ നിവാരണം വരുത്തി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അന്തിക്കാട് മേഖലാ അംഗം KS രാമൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ദേവസൂര്യ ഭാരവാഹികളായ TK സുരേഷ്, റെജി വിളക്കാട്ടുപാടം, KC അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു.
കേന്ദ്രം ആര് ഭരിക്കണം എന്നതിനേക്കാൾ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതാണ് രാജ്യം നേരിടുന്ന വെല്ലുവിളിയെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. LDF കടവല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം പെരുമ്പലാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോട്ട് നിരോധനത്തിലൂടെ സംഘടിത മേഖലകളിൽ കോടിക്കണക്കിന് തൊഴിലവസരങ്ങളാണ് നഷ്ടപ്പെടുത്തിയതെന്നും കാരാട്ട് പറഞ്ഞു. സിപിഎം ജില്ലാ സെക്രട്ടറി MM വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാബു M പാലിശ്ശേരി, ഏരിയ സെക്രട്ടറി MN സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ ഭരണഘടനയെയും പാർലമെന്റിനെയും ഇല്ലാതാക്കാനുള്ള BJPയുടെ നീക്കത്തെയും തിരിച്ചറിയണമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. LDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മന്ത്രി AC മൊയ്തീൻ, LDF കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ KT ഷാജൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയെ തിരിച്ചുപിടിക്കണമെന്ന് KM ഷാജി MLA പറഞ്ഞു. UDF ചാവക്കാട് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദ്, ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, K നവാസ്, RP ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. BJPയും നരേന്ദ്രമോദിയും തോറ്റാൽ മാത്രമേ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കൂവെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. മാളയിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI മണ്ഡലം സെക്രട്ടറി സാബു ഏരിമൽ അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA, PK ഡേവിസ്, KV വസന്തകുമാർ, M രാജേഷ്, US ശശി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരാധകരുടെ വൻ തിരക്ക്. തൃക്കൂർ, നെന്മണിക്കര, പറപ്പൂക്കര, മറ്റത്തൂർ, അളഗപ്പനഗർ പഞ്ചായത്തുകളിലായിരുന്നു ബുധനാഴ്ച സുരേഷ് ഗോപിയുടെ പ്രചാരണം. ഉച്ചയ്ക്ക് മുപ്ലിയം മാഞ്ഞൂരിൽ സ്കൂളിൽ തയ്യാറാക്കിയ ഭക്ഷണം കഴിച്ച് തൊട്ടടുത്ത വീട്ടിൽ വിശ്രമിച്ച ശേഷമാണ് സുരേഷ് ഗോപി പ്രചാരണം തുടർന്നത്. ആലത്തൂർ ലോക്സഭ NDA സ്ഥാനാർത്ഥി TV ബാബു എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിൽ റോഡ് ഷോ നടത്തി. മണ്ഡലം പ്രസിഡന്റ് KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ അഭിലാഷ് തയ്യൂർ, അശോകൻ മമ്പറമ്പിൽ, K മണികണ്ഠൻ, ചന്ദ്രൻ കിളിയംപറമ്പിൽ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. BJP വിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിച്ച് ഇത്തവണ കേന്ദ്രത്തിൽ മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടതിരുത്തി പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KC ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. AK ചന്ദ്രൻ, PK ഡേവിസ്, ET ടൈസൺ MLA, PK ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ നഗരത്തിൽ LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥന നോട്ടീസ് വിതരണം ചെയ്ത വിദ്യാർത്ഥിനികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. വ്യാപാര സ്ഥാപനങ്ങളിലും യാത്രക്കാർക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന് വേണ്ടി ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകർ അഭ്യർത്ഥന വിതരണം ചെയ്യുമ്പോൾ സംഘടിച്ചെത്തിയ ഒരു സംഘം അഭ്യർത്ഥന കൊടുക്കുന്നത് തടയുകയും ഭീഷണിപ്പെടുത്തി അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് പരാതി. അഴിമതിക്കാരനല്ലാത്ത ഒരു നേതാവാണ് ഇന്നസെന്റ് എന്ന് മുകേഷ് MLA. കൊരട്ടിയിൽ നടന്ന LDFന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊരട്ടി ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ CPI നേതാവ് TV രാമകൃഷ്ണൻ അധ്യക്ഷനായി. BD ദേവസി MLA, അഡ്വക്കേറ്റ് KR വിജയ, യൂജിൻ മൊറേലി തുടങ്ങിയവർ പങ്കെടുത്തു. സൗദി അറേബ്യയിൽ ലോറിയും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ കല്ലൂർ സ്വദേശി മരിച്ചു. പാലത്തുപറമ്പ് വള്ളൂപ്പാറ പരേതനായ വർഗീസ് മകൻ 35 വയസ്സുള്ള ഗ്രിൻഡോ ആണ് മരിച്ചത്. ഗ്രിൻഡോ ഓടിച്ചിരുന്ന ലോറി മക്ക റോഡിന് സമീപമാണ് അപകടത്തിൽപ്പെട്ടത്. താരദമ്പതികളായ ദിലീപിന്റെയും കാവ്യ മാധവന്റെയും മകൾ മഹാലക്ഷ്മിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചോറൂൺ നൽകി. ചോറൂണിന് ശേഷം മഹാലക്ഷ്മിക്ക് പഞ്ചസാര കൊണ്ട് തുലാഭാരവും നടത്തി. തുടർന്ന് ദർശനവും നടത്തിയാണ് താരദമ്പതികൾ മടങ്ങിയത്.
മകൾ മീനാക്ഷിയും ഒപ്പമുണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ SV ശിശിറാണ് ദർശന സൗകര്യങ്ങൾ ഒരുക്കിയത്. എരുമപ്പെട്ടി ആദൂരിൽ വീട്ടമ്മയെ അയൽവാസിയായ യുവാവ് വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. ആദൂര് തിരുത്തിൽ താമസിക്കുന്ന കുറ്റിയിൽ ബക്കറിന്റെ ഭാര്യ റഹ്മത്തിനെയാണ് ആക്രമിച്ചത്. പരിക്കേറ്റ ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വഴിത്തർക്കമാണ് ആക്രമണത്തിന് കാരണം. അയൽവാസിയായ ആബിദിനെതിരെ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ഏനാമാവ് ഇരിമ്പ്രനെല്ലൂർ ശ്രീ കാർത്തിയായനി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആവേശമായി. രാവിലെ ക്ഷേത്രത്തിൽ നടന്ന പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി മനുകൃഷ്ണ തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. വരടിയം ജയറാം ഭഗവതിയുടെ തിടമ്പേറ്റി. പേരാമംഗലം അനിയൻകുട്ടി മാരാരും സംഘവും പഞ്ചവാദ്യത്തിനും അടാട്ട് കുട്ടന്മാരാരും സംഘവും പാണ്ഡിമേളത്തിനും പ്രാമാണികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പ്രേമൻ നമ്പിയത്ത്, പ്രമോദും മാണിക്കത്ത്, ഷിബിൻ തിണ്ടിയിൽ തുടങ്ങിയവർ ഉത്സവത്തിന് നേതൃത്വം നൽകി. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി നടത്തിവന്നിരുന്ന അഭിനയ പരിശീലന കളരി സമാപിച്ചു. വേലൂർ ഗവൺമെന്റ് രാജാസ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 ദിവസങ്ങളിലായാണ് പരിശീലന കളരി നടത്തിയത്. സമാപന സമ്മേളനത്തിൽ TA ദയാശീലൻ അധ്യക്ഷനായി. പ്രശസ്ത കഥാകൃത്ത് സുബ്രഹ്മണ്യൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മിഥുൻ ചമ്പു, PC പ്രതുൽ, മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. നാരായണീയം വൃത്താനുവൃത്തമായി പരിഭാഷപ്പെടുത്തിയ കൃഷ്ണാർപ്പണം പ്രകാശനം ചെയ്തു. ഗുരുവായൂർ നാരായണാലയത്തിൽ നടന്ന ചടങ്ങിൽ KT കൃഷ്ണവാര്യർ കവി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ആന്നം മധുസൂദനൻ നമ്പൂതിരി, കൃഷ്ണവാര്യർ, കീഴടം രാമൻ നമ്പൂതിരി, കരിമ്പുഴ രാമചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ ചെറുതുരുത്തി തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പൈങ്കുളം ഉണ്ണികൃഷ്ണ വാര്യരാണ് നാരായണീയം വൃത്താനുവൃത്തമായി പരിഭാഷപ്പെടുത്തിയത്. യുവ സിനിമാ താരം സണ്ണി വെയിൻ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വിവാഹിതനായി. കോഴിക്കോട് സ്വദേശിനിയും ബാല്യകാല സുഹൃത്തുമായ രഞ്ജിനിയാണ് വധു. പുലർച്ചെ ക്ഷേത്ര സന്നിധിയിൽ നടന്ന വിവാഹത്തിൽ സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത്. സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ സണ്ണി വെയിൻ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, ആട് ഒരു ഭീകര ജീവിയാണ്, കൂതറ, കായംകുളം കൊച്ചുണ്ണി തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചാവക്കാട് എടക്കഴിയൂർ അഫയൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ മോൻസി മാത്യു പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. അഫയൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷഫീർ, സെക്രട്ടറി അൻസൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ കുടുംബസംഗമം CITU സംസ്ഥാന കമ്മിറ്റി അംഗം RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് M ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ വനിതാ കോർഡിനേറ്റർ ഗീതാ രാജൻ, ചാവക്കാട് ഏരിയ വൈസ് പ്രസിഡന്റ് ഹാഷിം ചാവക്കാട്, K മണികണ്ഠൻ, ജെയിംസ് ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. ബിഗ് സെയിൽ ഒരുക്കിയാണ് ഹോം പ്ലസ് ഷോറൂമുകൾ വിഷുവിനെയും ഈസ്റ്ററിനെയും വരവേൽക്കുന്നത്. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി ആകർഷകമായ ഓഫറുകളാണ് തൃശൂർ മണ്ണുത്തി ഹോം പ്ലസ് ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ഹോം അപ്ലയൻസ്, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ കമനീയ ശേഖരമാണ് ഇവിടെ അണിനിരത്തിയിട്ടുള്ളത്. ഗ്യാസ് സ്റ്റൗ, മിക്സി, ഗ്രൈൻഡർ, ജ്യൂസ് മേക്കർ, അടുക്കളയ്ക്ക് അലങ്കാരമേകുന്ന വിവിധ ഗൃഹോൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം അണിനിരത്തിയും വമ്പിച്ച ഓഫറുകൾ നൽകിയും ബിഗ് സെയിൽ ഒരുക്കിയിരിക്കുകയാണ് ഹോം പ്ലസ്. 10 മുതൽ 50% വരെ ഡിസ്കൗണ്ടും ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട്. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ അവിസ്മരണീയമാക്കുകയാണ് ഹോം പ്ലസ്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് സെന്ററിൽ കാറിടിച്ച് ലോറി ഡ്രൈവർ മരിച്ച സംഭവത്തിൽ അപകടത്തിനിടയാക്കിയ കാർ കസ്റ്റഡിയിലെടുത്തു. കാർ ഓടിച്ചിരുന്ന എറണാകുളം സ്വദേശിയായ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. മാള വലിയപറമ്പിൽ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന വൻ കവർച്ച. 35 ലക്ഷത്തോളം രൂപ വില വരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ കഞ്ചാവ് വേട്ട. 5 കിലോ കഞ്ചാവുമായി അന്തർ സംസ്ഥാന കഞ്ചാവ് മാഫിയ സംഘാംഗം പിടിയിൽ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മാള ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രക്കുളത്തിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തിയ നിലയിൽ. ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത പൊതുക്കുളത്തിലാണ് വൻതോതിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തിയത്. ഗുരുവായൂർ മമ്മിയൂരിൽ വീണ്ടും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി. റോഡിലെ വെള്ളത്തിലിരുന്ന് കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.